24-ലെ ശ്രീ കണ്ഠൻ നായർ മേനോൻ മുഖ്യമന്ത്രിയോടുള്ള കൂറും പ്രതിബദ്ധതയും സ്വന്തം ചാനലിലെ വാർത്ത മുക്കി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 24-ന്റെ ചർച്ചയിൽ പൊതുവെ ഇൻട്രോ എന്നത് ഒരു പഞ്ചാണല്ലോ. എന്തോരം പഞ്ചുകൾ അങ്ങനെ ഹാഷ്മി താജ് ഇബ്രാഹിം പിണറായിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയൊക്കെ പടച്ചു വിട്ടിരുന്നു. അന്നൊന്നും ഡിലീറ്റ് ചെയ്യാത്ത നായർ ഇന്നിപ്പോ മേനോൻ മുഖ്യമന്ത്രിയായപ്പോ കഴിഞ്ഞ ദിവസം അസിത സഹീർ ചെയ്ത ചർച്ചയിലെ ഇൻട്രോ അത് ചാനലിലെ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഫോൺ വന്ന ഉടനെ മുക്കുന്ന സാഹചര്യം. നായർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിൽ ആ ജാതി സ്നേഹം അത് നമ്മൾ കാണാതെ പോകരുത്. കാര്യം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നാട്ടിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് ശ്രീ കണ്ഠൻ നായർ. അങ്ങനെയുള്ള വ്യക്തിയാണ്. ചാനൽ ചർച്ചകൾക്ക് ശേഷം അതിന്റെ ഇൻട്രോ സ്ഥിരമായിട്ട് കട്ട് ചെയ്ത് അവർ പേജിലിടുന്ന പതിവുണ്ട്. ഇന്നലെയും ഇട്ടതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ആഫീസിലൊക്കെ നായർ സന്ദർശനം നടത്തിയിരുന്നു. വേണ്ട രീതിയിലുള്ള നീക്കുപോക്കുകളൊക്കെ ചർച്ച ചെയ്ത് ചില ഡീലൊക്കെ ഉറപ്പിച്ചിട്ട് വരുമ്പോഴാണ് അഷിത വാർത്താ സമ്മേളനത്തിലെ സതീശന്റെ ഉടായിപ്പും ചോദ്യങ്ങളോട് മറുപടി പറയാത്ത ശൈലിയും ഇൻട്രോയിലൂടെ വിമർശിച്ചത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. കാര്യം ക്യാമറകൾക്ക് മുന്നിൽ ഡയലോഗ് കൊണ്ട് നടത്തുന്ന കാപട്യങ്ങളെ ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് സത്യം സമൂഹത്തോട് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞ സത്യമാണ് ശ്രീ കണ്ഠൻ നായർ നല്ല അന്തസ്സോടുകൂടി മുക്കിയിരിക്കുന്നത്. 12 തവണ ചോദിച്ചിട്ടും തുടർന്ന മൗനം തെറ്റായ സന്ദേശം നൽകില്ലേ എന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ, ഒരു സ്ത്രീയുടെ ചോദ്യത്തെ പരിഹസിച്ച ഒരു മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയ വിധമാണ്. നിലപാടിനെ തരാതരം പോലെ വ്യാഖ്യാനിക്കുന്ന താങ്കളുടെ മറുപടികളിൽ ഉറങ്ങിപ്പോകാത്തതുകൊണ്ടാണ് സാർ ആർജവത്തോടെ വീണ്ടും ചോദിക്കാൻ അവൾക്കായത്. നേർക്കുനേർ ചോദിച്ചാൽ മറുപടിയില്ലാതെ എഴുന്നേറ്റ് പോകുന്ന മുഖ്യമന്ത്രിയെ അങ്ങ് ഡൽഹിയിൽ കണ്ടു അധികാരമേറ്റ 8-ാം നാൾ. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലിനെ കുറിച്ചാണ് സാർ ചോദ്യം. ആർജവമുണ്ടെങ്കിൽ നേർക്കുനേർ മറുപടി പറയണം. ഞങ്ങൾ തന്നെ ഉന്നയിച്ച ആരോപണത്തിലെ അന്വേഷണം വേണ്ടെന്ന് പറയാൻ ഞങ്ങൾക്കാകില്ലല്ലോ എന്ന എന്ത് നിഷ്കളങ്കമാണ് അയാൾ പറയുന്നത്. വില കുറഞ്ഞ രാഷ്ട്രീയ നേട്ടത്തിനായി പോയ കാലങ്ങളിലും നിങ്ങൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളാണ് സാർ നിലപാടില്ലായ്മയുടെ ആൾരൂപം എന്ന് നിങ്ങളെ വിശേഷിപ്പിക്കാൻ കാരണം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ കെട്ടിപ്പടുത്തൊരു സർക്കാരിനെ, സംഘവിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിന്നൊരു നേതാവിനെ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിലൂടെ ജയിലിലടച്ച് അവിടെ BJPക്ക് വഴിവെട്ടിയ നിങ്ങളെ ജനാധിപത്യ ഇന്ത്യ മറക്കില്ല സാർ. നിങ്ങൾ ഉന്നയിച്ച ആരോപണം കോടതി ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടും അതേ ആരോപണം മറ്റൊരു നേതാവിനെതിരെ, പിണറായി വിജയനെതിരെ ഉന്നയിച്ച രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ സഖ്യത്തിന്റെ കൂടി പ്രതിപക്ഷ നേതാവിനെയും മറക്കില്ല സാർ ഈ രാജ്യം. മറുപടി പറയാനുള്ള സമയം താങ്കൾ തീരുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ റെഡിയാണല്ലോ എന്ന പൂക്കിത്തരം കയ്യിൽ വെക്കണമായിരുന്നു. ഇന്നും വിമർശിക്കുന്നത് കേട്ടു പിണറായി വിജയന്റെ ശൈലിയെ. പുറത്താക്കി വാതിലടയ്ക്കുവെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലാണ്. കേന്ദ്രവുമായി നല്ല ബന്ധം പുലർത്താൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് തിരിച്ചറിവ് നല്ലത് തന്നെ. പക്ഷേ മുൻ സർക്കാരിനെ കുറിച്ച് ഇതായിരുന്നില്ലല്ലോ സാർ നിലപാട്. മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചാൽ അപമാനത്തിന്റെ തീവ്രത നോക്കി കേസെടുക്കാമത്രേ. പക്ഷേ മുൻ സർക്കാരിന്റെ കാലത്ത് ഇതായിരുന്നില്ലല്ലോ സാർ നിലപാട്. കേന്ദ്രത്തിനെതിരെ ഒരു വരി വിമർശനമില്ലെങ്കിൽ ഡീലായിരുന്നല്ലോ സാർ മുൻ സർക്കാരിന്റെ കാലത്ത്. ഇപ്പോൾ എന്താണ് നിലപാട്? ഇതുവരെ ഇല്ലാതിരുന്ന ജാതിവാൾ തിരികെ കയറ്റിയത് മുതൽ പെരുന്നാൾ ദിനത്തിലും പാവപ്പെട്ടവന്റെ കയ്യിൽ പെൻഷൻ എത്താത്തതിൽ വരെ നിലപാടെന്ന ഒന്നുണ്ടോ സാർ? നല്ല മാധ്യമ ധാർമ്മികത അതും പോരാഞ്ഞിട്ട് വാർത്ത അവതരിപ്പിച്ച അവതാരകയോട് എന്നെ കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതി എന്നൊരു നിർദ്ദേശം കൊടുത്തതായിട്ടും സ്ഥാപനത്തിനകത്ത് നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഒന്ന് ആലോചിക്കണേ. മേനോൻ മുഖ്യമന്ത്രിയായപ്പോ നാട്ടിലെ നായർ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഒരു വല്ലാത്ത സ്നേഹം ഉടലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഒന്നും വിമർശിക്കാൻ പാടില്ല, പൊതിഞ്ഞു പിടിക്കേണ്ടതുണ്ട്, പോറൽ പോലെ ഏൽപ്പിക്കരുത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ സമീപനം. നേരത്തെ ഇടതുപക്ഷത്തിനോടൊപ്പമാണെന്ന തോന്നലൊക്കെ ഉണ്ടാക്കുമെങ്കിലും വാർത്താ കച്ചവട സ്ഥാപനം ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ളത് മറച്ചു വെച്ച് നമ്മൾ മറ്റൊന്നായിട്ട് അഭിനയിക്കണമല്ലോ. ആ നിലയ്ക്കാണ് ഇപ്പോ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച വീഡിയോ നല്ല അന്തസ്സായിട്ട് മുക്കിയത്. ഇൻട്രോ പുറത്തു വന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയുടെ കോള് നായർക്ക് വന്നത്. നായർക്ക് നോ എന്ന് പറയാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഉടനടി തന്നെ ആ വാർത്ത ഡിലീറ്റ് ചെയ്യിച്ചതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ നായർ പതുങ്ങിയിരിക്കുകയാണ്. മേനോൻ മുഖ്യമന്ത്രിയുടെ ഒരു കോൾ വന്നാൽ നായർ ഉടനെ വാർത്ത മുക്കുമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് നാട്ടുകാർക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ കൊണ്ട് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾക്കെല്ലാം ഇൻട്രോ ചമച്ച് അതേപടി അടിച്ചുവിട്ടതും രാഹുൽ മാങ്ങാണ്ടിയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്ത മാധ്യമധർമ്മം നമ്മൾ കണ്ടതാണ്. അതേ മാധ്യമധർമ്മക്കാരനായിട്ടുള്ള നായർ ഇത് ചെയ്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷനാണെന്നൊക്കെ കരുതുന്ന വാർത്താ കച്ചവടക്കാർ ഇങ്ങനെയൊക്കെയാണ് സാർ
ചിലതൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ വേദനിപ്പിച്ചാൽ ഉടനടി അതിൽ പരിഹാരക്രിയ ചെയ്യാൻ വരെ ഇവർ തയ്യാറാണ് എന്നതിന്റെ തെളിവാണ് ആ ഇൻട്രോ മുക്കിയതിലൂടെ ബോധ്യപ്പെടുന്നത്. നാട്ടുകാരിതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുക. ശ്രീ കണ്ഠൻ നായർ നാവുകൊണ്ട് തട്ടിവിടുന്ന ഡയലോഗുകൾക്കപ്പുറം ഇതൊക്കെയാണ് അതിനകത്ത് നടക്കുന്നു എന്നുള്ള റിയാലിറ്റി കൂടി സമൂഹം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിഷ്പക്ഷത എന്നൊരു കാപട്യവും പക്ഷം പിടിച്ച് കാര്യങ്ങൾ നടത്തുന്ന രീതി 24 ചാനലിനകത്തുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും പബ്ലിഷ് ചെയ്ത വീഡിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഫോൺ കോൾ വന്നതിന് പിന്നാലെ ഡിലീറ്റ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡീലും ഇടപെടലൊക്കെ ഒന്ന് നോക്കണേ. ഇനിയിപ്പോ കുറച്ചു കാലത്തേക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ചാരി നിന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനുവേണ്ടി നായർ നിന്ന നിപ്പിൽ കാലുവാരിയതിന്റെ നേർസാക്ഷ്യമാണ് ആ കണ്ടത്.